നമ്മള് പട്ടിക്ക് പേര് എടുക്കാൻ പോവാണ് കേട്ടോ. അവൻ ചിരിയുന്നൊരു പേപ്പർ ഇളക്കി നോക്കിയിട്ട് നിക്ക ഇന്നൊരു പേരെടുത്തോ. അപ്പം നെയിമിങ് സെറിമണിയുടെ പായസം ഞാൻ കുടിക്കുവാണേ. ഇത് ഉഴുന്നോടെ ഉണ്ടാക്കി ദോശ ഉണ്ടാക്കാൻ വേണ്ടി കൂടുന്നത്. ഞാൻ ഇന്നാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളപ്പോ ഷോപ്പിംഗ് വീഡിയോ കഴിഞ്ഞിട്ട് എന്തൊക്കെ വാങ്ങിയെന്ന് കാണിക്കാണ്. വേറെ ഒന്നുമല്ല, വീട്ടിലേക്കുള്ള സാധനങ്ങൾ. അതിൽ കുറച്ചെടുത്ത് തീറ്റ കഴിച്ചു. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വാങ്ങിയതിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് വടപ്പരിപ്പ്. ഇതെനിക്ക് പരിപ്പ് വട ഉണ്ടാക്കാനുള്ളതാണ്. അതെനിക്ക് പരിപ്പ് വട ഉണ്ടാക്കാനുള്ളതാണ്. ഇത് ഉഴുന്നോടെ ഉണ്ടാക്കി ദോശ ഉണ്ടാക്കാൻ വേണ്ടി കൂടുന്നത്. ഞാൻ ഇന്നാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഉഴുന്നോടെ ഉണ്ടാക്കി നോക്കാം. ഞാൻ ഇതുവരെ ഇന്നൊരു ഉഴുന്നോടെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഒരു തവണ ഉഴുന്നോടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലഡു ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലതാണ്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഗ്രീൻ പീസ് ആണ് കേട്ടോ. ഗ്രീൻ പീസ് നമുക്ക് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഇടാനുള്ളതാണ്. ഇതിന്റെ ഒരു പാത്രം ഉണ്ടായിരുന്നല്ലോ, അത് ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. ഒരു പാത്രം ഉണ്ടായിരുന്നല്ലോ. അല്ല ചേട്ടന്റെ അടുത്ത് മോളി വെച്ചോ? അതല്ല, അത് കാണിച്ചാ ഇതിനകത്തേക്ക് ഇടാം. വേണ്ടതാ എന്തിനാ കഴിയേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്ത് പൊട്ടിച്ചതിനകത്തേക്ക് ഇടാം. പൊട്ടിച്ച കത്രിക അവിടെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളൊരു പാക്കറ്റ് ഉപ്പുമാവ് വാങ്ങിയിട്ടുണ്ട്. എന്നെ അന്വേഷിച്ച് ആരെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നതാണ് കേട്ടോ. അവര് വണ്ടമറ്റത്തെ അവരുടെ റിലേറ്റീവിന്റെ വീട്ടിൽ വന്നിട്ട് നമ്മളെ കാണാൻ വേണ്ടി മാത്രമായിട്ട് അവര് വന്ന ഒരു കുഞ്ഞു വാവയുടെ 6 മാസമുള്ള ഒരു കുഞ്ഞു വാവ ഉണ്ടായിരുന്നു. കാഞ്ഞിരമറ്റ തൊടുപുഴ ഇവിടെ ഇരി. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് ഉപ്പുമാവിന്റെ റവ വാങ്ങിച്ചിട്ടുണ്ട്. ആൻസണി അതിനൊരു പണി കൊടുത്തു കടല പൊട്ടിച്ചിടാനായിട്ട്. ഇത് നമ്മള് പഞ്ചസാര 1 മാസത്തേക്കുള്ള പഞ്ചസാര ആഴ്ചയിൽ 1 കിലോ വീതം പഞ്ചസാര 4 ആഴ്ച 4 പഞ്ചസാര. ക്രിസ്റ്റൽ പഞ്ചസാര നമ്മൾ ക്രിസ്റ്റലിൽ നിന്ന് സാധനം എടുത്ത്. പിന്നെ ഇത് കശ്മീരി ചില്ലിയാണ്. കശ്മീരി ചില്ലി എടുത്ത് വെക്കണം. കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച പപ്പടല്ലേ? ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ അതിന് മുമ്പൊക്കെ വാങ്ങിയതാണ്. ഇതാ മറ്റേ ബിരിയാണി റൈസ് വാങ്ങി വെച്ചേക്കണ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്നും പറഞ്ഞ ഉണ്ടാക്കാൻ സമയം കിട്ടിയോടാ? രാവിലെ ഉണ്ടാക്കാൻ എനിക്ക് സമയമില്ലപ്പ. ഞാൻ എണീക്കണപ്പോഴാന്ന് എനിക്കൂടെ അറിയില്ല. ഇപ്പൊ പുതിയ കാശ്മീരി മാറ്റിയിട്ട് പഴയ കാശ്മീരിയൊക്കെ എടുക്കണം. കാശ്മീരിയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. മീറ്റ് മസാല ഇരിപ്പുണ്ട്. മീറ്റ് മസാല ഇതെന്തുവാടാ? ഇത് മീറ്റ് മസാല, സാമ്പാർ, ചിക്കൻ ഇതെന്ത് സാധനമാടാ? ചിക്കൻ അല്ലാതെ മുളക് പൊടി കേട്ടോ. ഇത് എരിവുള്ള മുളക് പൊടി. ചേട്ടാ ഇറങ്ങിപ്പോയി. ഇതൊന്ന് പൊട്ടിട്ട് വേണം. ഇതിന്റെ പൊടി അടപ്പുണ്ട്. അതിന്റെ അടപ്പിനെ എവിടെയെങ്കിലും കാണും, തപ്പി എടുക്കണം. ഭയങ്കര പാടാതെ, ഭയങ്കര പാടില്ല. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി എടുക്കണ്ടേ, ഇതൊക്കെ എടുത്ത് വെക്കണ്ടേ.
അപ്പൊ ഇത് വെച്ചിട്ട് വേണം എനിക്ക് നീ പൊടാർക്കാന്ന പഴയ മുളക് പൊടിയേ പഴയ മല്ലിപ്പൊടി മീറ്റ് മസാലയൊക്കെ എടുത്തിട്ട് വേണം. അപ്പൊ ഇത് പുതിയതെല്ലാം കൂടെ അടിയിലേക്ക് ഇടാം. മീറ്റ് മസാല, ചിക്കൻ മസാല. ആണ്ട സോറി, അതെന്ത് സോറി അടിയാ, ഏത് പട്ടിക്ക് നടത്താൻ പറ്റും. ആ യെസ്. അപ്പോൾ പട 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 ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇൻസ്റ്റന്റ് പരിപ്പ് പ്രഥമൻ. ഇത് ഞാനിവിടെ ഒരു പേരിടിയിൽ ചടങ്ങ് നടത്തുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പായസം ഉണ്ടാക്കി നമുക്കത് ആഘോഷിക്കാം. ഇവിടെ വയ്ക്കാം. ഇത് ഇവിടെ നിർത്താണോ? അപ്പൊ പുതിയ കടിയിലേക്ക് വട്ടെ 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 വട്ടെ. കോഴിക്ക് മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, വീണ്ടും ഫിഷ് മസാല, വീണ്ടും ഫിഷ് മസാല, മീറ്റ് മസാല, മീറ്റ് മസാല, വീണ്ടും മീറ്റ് മസാല. ഇതെന്തോ സാമ്പാർ, സാമ്പാർ. ഇനി നമുക്ക് ഇതെല്ലാം മുകളിലേക്ക് ഇടാം. പഴയ പൊടികളൊക്കെ സാമ്പാർ. ഓക്കെ, ഇനി ഇതാണ് കടുക്. കടുക് നമുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനിവിടെ ചെലവാക്കുന്നത് കടുക് തന്നെയാണ്. നീ ഉറപ്പായതാടാ. അപ്പൊ നമ്മൾ അത്രയും കാര്യങ്ങൾ എടുത്ത് വെച്ചു. ഇനി നമ്മൾ എടുക്കുന്നത് ഇത് മ്യൂസ്ലി ആണ് കേട്ടോ, മില്ലറ്റ് മ്യൂസ്ലി. എല്ലാ ഗ്രാൻസും ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടെ ഗ്രെയിൻസ് എല്ലാം കൂടെ ഉള്ളതാണ്. ഞങ്ങൾക്ക് ഹോൾ ഗ്രെയിൻസ് ആൻഡ് നട്ട്സ് ഫ്രൂട്ട്സ്, പ്രോട്ടീൻ, 2 പാക്കറ്റ് മ്യൂസ്ലി. നല്ല സാധനമാണ് കേട്ടോ, നല്ല വെരി ഗുഡ് സാധനങ്ങളാണ്. ഞാൻ ഈ എടുത്തു വെക്കണത് എവിടെയാന്നുള്ള കാര്യം ഞാൻ പിന്നെ മറന്നു പോകും. അതാണ് കുഴപ്പം. അത് തന്നപ്പോ അത് ദേ പാത്രം എടുത്തോണ്ട് വരാവോ, ആ പാത്രത്തിലേക്ക് വെക്കാനാ. ചെല്ല, അവന് എളുപ്പവഴി ഫ്രീ ചെയ്യാം. അതിനകത്ത് എന്നാടാ ഉള്ളേ? ആ സോപ്പ് അതിൻ്റെ ഇതൊക്കെയല്ലേ. പാത്രം തേക്കാൻ വെക്കേണ്ടത്. അവന്റെ കാലൊടിച്ച് സാരയില്ല, നിനക്ക് ഇഷ്ടമുള്ള മുറിവല്ലേ ഉള്ള. പിന്നെ എടുത്ത ആളാണ് വേണ്ടാന്നേ, എന്തൊരു കഷ്ടമാന്ന് നോക്ക്. പിന്നെ ഇത് കോൾഗേറ്റ് ആണ് കേട്ടോ. ഞാൻ കോൾഗേറ്റ് ഇട്ട് പല്ല് തേക്കുന്ന ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനുണ്ട് കോൾഗേറ്റിട്ട് ചാർക്കോള തേക്കണമെന്നുള്ളൂ. പിന്നെ പിയേഴ്സിന്റെ സോപ്പിട്ട് കുളിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനെല്ലാം സോപ്പ് ഇത് രണ്ടും എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് അവിടെ ഇരിക്കട്ടെ. ഇതെന്നാ? ഇത് നമ്മൾ വെളിച്ചെണ്ണ വാങ്ങിയതാണ് കേട്ടോ. വെളിച്ചെണ്ണ, ഫിനോയിൽ. അത് അവിടെ കൊണ്ടുവയ്ക്കുക. അത് രണ്ടും കൂടെ അവിടെ കൊണ്ടുവയ്ക്കുക. അല്ലെങ്കിൽ അവിടെ ഒരു ബക്കറ്റ് ഇരിപ്പുണ്ട്, അതിനകത്ത് ഒതുങ്ങുമെങ്കിൽ വെച്ചോ, ഇല്ലെങ്കിൽ ആ സൈഡിലായിട്ട് വാഷിംഗ് മെഷീൻ്റെ അവിടെ കൊണ്ടുവച്ചോ. അപ്പൊ ഇത്രയും കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ വാങ്ങിയത്. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് അടച്ചു പറക്കി എല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് പേരിടിയിൽ ചടങ്ങിലേക്ക് കടക്കാം. ഒന്നിനും ഞാൻ കൂടുതൽ താമസം വരുത്തുന്നില്ല, എല്ലാം ചടപടാന്ന് നടക്കാം. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. പപ്പടം ഞാൻ അവിടെ വെക്കണല്ലോ, പപ്പടം അവിടെ വെച്ച മോളി അവിടെ നിരത്തി വെച്ചേരാം. മോളിലും ആ സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കി വെച്ചേരെ. അപ്പൊ ഞാൻ പോയിട്ട് ഇതെല്ലാം ശരിയാക്കി വെച്ച പേരിടൽ ചടങ്ങ് നടത്തി എല്ലാം കഴിഞ്ഞിട്ട് വേണം ചാച്ചൻ്റെ അടുത്ത് പോകാനായിട്ട്. അപ്പൊ നമുക്ക് ഇത്രയും പേരുകളുണ്ട്. ഒരു പേരിടൽ ചടങ്ങ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഇത്രയും പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേരുകൾ നമുക്ക് നറുക്കിട്ടെടുക്കാം. ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ വീട്ടിൽ പുതിയ 2 പട്ടിക്കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ്. ആരോ കൊണ്ട് കളഞ്ഞതാണ്. അപ്പം ഒരു ദിവസം ഞാൻ കോളിംഗ് ബെല്ല് അടിച്ചത് കേട്ട് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ സൈക്കിളിൽ ആൻസ് നിൽക്കുകയാണ്. ഗേറ്റിൻ്റെ അപ്പുറം ആൻസിൻ്റെ ഒരു ഫ്രണ്ട് കാണാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവൻ പറഞ്ഞു എന്നോടൊരു സർപ്രൈസ് കാണിച്ചു തന്നു. പറഞ്ഞിട്ട് എൻ്റെടായെന്ന് പറഞ്ഞിട്ട് ഒരു കറുത്ത പട്ടിക്കുഞ്ഞിനെടുത്ത് പൊക്കി കാണിച്ചു തന്നു. അത് താഴെ ആരണ്ട് കൊണ്ട് കളഞ്ഞതായിരുന്നു. 2 ഉണ്ടായിരുന്നു. അതിലൊരു വെള്ള, ഒരു വൈറ്റ് പോലത്തെ ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു, ഒരു ഓഫ് വൈറ്റ്. ആ കുഞ്ഞിനെ ഇവൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുപോയി.
എന്നിട്ട് പിന്നെ ബ്ലാക്കിന് ഇവൻ കാല് പിടിച്ച ഇവൻ തന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞ് ഇവിടെ നിർത്തിയിട്ട് ഇപ്പം തിരിഞ്ഞു പോലും നോക്കാറില്ല. ഇപ്പം രാവിലെ എഴുന്നേക്കാറും ഇല്ല, പട്ടിയുടെ കാര്യങ്ങളും നോക്കാറില്ല. ചേട്ടനാണ് അതുങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പൊ കറുത്ത കുഞ്ഞിനെ മാത്രമാണ് നമ്മൾ എടുത്തത്. പിറ്റേന്ന് വെളുപ്പിനെ നോക്കിയപ്പോൾ വെളുത്ത കുഞ്ഞ് നമ്മുടെ വീടിന്റെ വാതിൽക്ക് വന്ന് നിൽക്കുക, കറുത്ത കുഞ്ഞിനെ അന്വേഷിച്ച്. ഇപ്പൊ വെളുത്ത കുഞ്ഞിനെ കൊണ്ടുപോയ ആ കൂട്ടിയുടെ വീട്ടിലാണെങ്കിൽ പട്ടി വളർത്താൻ സൗകര്യമില്ല, തൊട്ടടുത്ത് വേറെ വീടുണ്ട്. അപ്പൊ സ്മെല്ലൊക്കെ അങ്ങോട്ട് ചെല്ലുമെന്നും പറഞ്ഞിട്ട് അവര് പട്ടിക്ക് തീറ്റയൊക്കെ കൊടുത്തിട്ട് പട്ടീനെ അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞു. പട്ടീനെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കി വിട്ടു. അവൻ മണം പിടിച്ച് അവന്റെ കൂടപ്പുറപ്പിനെ അന്വേഷിച്ച് വന്നു. പിന്നെ നമുക്ക് കളയാനായിട്ട് തോന്നിയില്ല, നമ്മൾ പിന്നെ അങ്ങ് എടുത്തു. അതുങ്ങളുടെ കണ്ണിലെ ദൈന്യതയൊക്കെ കണ്ടാൽ നമുക്ക് കളയാനായിട്ട് തോന്നില്ല. അപ്പം എന്താണെങ്കിലും ഒരു മനുഷ്യന്, ചില മനുഷ്യർക്ക് നന്മ ചെയ്യുന്നതിനേക്കാൾ നല്ലതൊരു ഒരു പട്ടിക്കുഞ്ഞിന് ഒരു നന്മ ചെയ്യുവാണ് എങ്കിൽ ആ നായ്ക്കുട്ടിയുടെ സ്നേഹം മരിക്കോളം ഉണ്ടാവും. മനുഷ്യന്മാർക്ക് എന്തെങ്കിലും നന്മ ചെയ്യുവാണെങ്കിൽ നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇന്നത്തെ കാഴ്ച കൊടുക്കുന്നതിനെല്ലാം കണക്ക് പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് അല്ലെങ്കിൽ ഇവനെന്ന് പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കണക്ക് കേട്ട ഒരു ചരിത്രവും ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒന്നും കണക്ക് കേൾക്കാത്ത ഒരു ചരിത്രമൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത്ര ആര് ഫ്രീ ആയിട്ട് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കണക്കും കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനോ എനിക്ക് വാങ്ങാനോ ഒക്കെ മടിയാണ് കേട്ടോ. അത് ഗിഫ്റ്റ് തരാം എന്ന് പറയുന്നവർക്ക് അറിയാൻ പറ്റും. എനിക്ക് 1-2 അമ്മളി പറ്റിക്കഴിഞ്ഞ പിന്നെ അപ്പം നമുക്ക് ഒരുപാട് പേരുകളുണ്ട്. നമുക്ക് ആ പേരുകളെല്ലാം ഇങ്ങനെ അതിങ്ങനെ മടക്കുക, എന്നിട്ട് ഇങ്ങനെ മടക്കുക, എന്നിട്ട് ഈ ബൗളിലേക്ക് ഇടുക. അങ്ങനെ മടക്കിയാൽ മതി. കാരണം നമ്മളല്ല നറുക്കി ഇടുന്നതും രണ്ടും ഒന്നിച്ച് മടക്കിയേക്കരുത് കേട്ടോ. നോക്കിയിട്ട് വേണം മടക്കാൻ. അപ്പം ഞങ്ങൾ ഇതെല്ലാം ഒന്ന് മടക്കി ഇട്ട് സെറ്റായിട്ട് നമ്മൾ വരാം. അല്ലാണ്ട് ഇത് മൊത്തം മടക്കണം നോക്കി നിങ്ങൾ വെറുതെ നോക്കിയിരിക്കേണ്ട, നിങ്ങൾ മടക്കട്ടെ കേട്ടോ. അപ്പം ഇതാ നമ്മുടെ ഇതെല്ലാം മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് എവിടെ നിന്ന് ഈ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലിട്ട വീഡിയോയിൽ പേര് വന്നിട്ടുണ്ടായിരുന്നു, ഫേസ്ബുക്കിൽ എൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ ചേർത്താണ് നമ്മളിപ്പം നറുക്ക് ഇട്ടിരിക്കുന്നത്, അതായത് ഇവരുടെ പേരെഴുതിയിട്ടിരിക്കുന്നത്. ഇനി ഇതിൽ നിന്നൊരു കുറിപ്പ് എടുക്കുന്നതായിരിക്കും, അതായിരിക്കും ഇവരുടെ പേര്. അപ്പം ഇതിൽ നിന്നും എടുക്കുന്ന കുറിപ്പ് ചിലത് പെണ്ണിൻ്റെ ആണിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ അത് മാറ്റിയിട്ട് വേറെ ഒരെണ്ണം എടുക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ചില പേരുകൾ, അതായത് ചില പേരുകൾ പേഴ്സണലായിട്ട് നമ്മളോട് ബന്ധമുള്ള ചിലരുടെ പേരുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പേര് വന്നാലും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസോ അങ്ങനെയുള്ളവരുടെയൊക്കെ പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കിട്ടിയാലും ഞാനിത് മാറ്റി വേറെ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പം ചിപ്പി എന്നൊക്കെ വന്നിട്ടുണ്ട്, സോനു എന്നൊക്കെ വന്നിട്ടുണ്ട്, സോനു മീനു എന്നൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എഴുതി ഇട്ടിട്ടുണ്ട്, ആരെയും നിരാശപ്പെടുത്തുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കില്ല. ശരിക്കും പട്ടിക്കുട്ടന്മാരുടെ പോലെയുള്ള പേരുകളൊക്കെ ആണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതാണ് പേരുകളൊക്കെ. അപ്പം ഇതിലേത് പേരാണെന്നൊന്നും നോക്കിയാൽ മനസ്സിലാവില്ല, കാരണം എല്ലാം ഒരേപോലെയാണ്. അപ്പം പേരുകളെന്ന് വെച്ചാൽ ഇതാണ് യൂട്യൂബിലെയും അതുപോലെ ഫേസ്ബുക്കിലും വന്ന പേരുകളൊക്കെ. അപ്പം ഈ പേരുകളിൽ നിന്നാണ് നമ്മളിത് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അമ്മച്ചിനെ വിളിച്ചുകൊണ്ടോളാം, അമ്മച്ചിനെ കൊണ്ട് എടുപ്പിക്കാം. അമ്മച്ചിക്കാണ് ഇതിനെക്കുറിച്ച് യാതൊരു അന്തോ ഇല്ല കുന്തോ ഇല്ല. അപ്പം അമ്മച്ചിനെ കൊണ്ട് അന്തോ കുന്തോ ഇല്ലാത്തവരെ കൊണ്ട് നമുക്ക് പേരെടുപ്പിക്കാം കേട്ടോ. അപ്പം രണ്ടും ആൺപട്ടികളാണ്. അപ്പം അവർ ആൺപട്ടികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും കിട്ടുന്ന പേര് എടുക്കുന്നതായിരിക്കും, അത് അവർക്ക് വിളിക്കുന്നതായിരിക്കും. ഒരു കറുത്ത പട്ടിയുണ്ട്, ഒരു വെളുത്ത പട്ടിയുണ്ട്. വാ, അമ്മച്ചി ഭയങ്കര കലിപ്പിലാണ് കേട്ടോ. നിന്നെ വിളിക്കാനാ പറഞ്ഞത്, വിളിച്ചു വരാനാ പറഞ്ഞത്. എന്തിനാ? ചേട്ടന്റെ തല കാണാൻ മേല. ഇതിൽ നിന്നൊരു പേപ്പർ എടുത്ത് തന്നിട്ട് വെക്കോ, പട്ടിക്ക് പേരിടാനാ. അമ്മച്ചി ഇവിടെ ഇരിക്കുക, എന്നാലും അമ്മച്ചിനെ കാണാൻ പറ്റൂല. അത് മതി. അപ്പൊ നമ്മള് പട്ടിക്ക് പേര് എടുക്കാൻ പോവാണ് കേട്ടോ. അമ്മച്ചി ഇതിൽ നിന്നൊരു പേപ്പർ ഇളക്കി നോക്കിയിട്ട് നിക്ക ഇതിന്നൊരു പേരെടുത്തോ. അമ്മച്ചി അപ്പൊ ഒരു പേരെടുത്ത് തന്നിട്ടുണ്ടേ. ഈ നല്ല പേരാണല്ലോ, ലക്കി മിക്കി. നല്ല പേരാണോ? നല്ല പേരല്ലേ?
അപ്പൊ ലക്കി മിക്കി എന്നുള്ള പേരാണ് അമ്മച്ചി എടുത്ത് തന്നിരിക്കുന്നത് കേട്ടാ. ലക്കി മിക്കി എന്നുള്ള പേരാണ് അമ്മച്ചി എടുത്ത് തന്നിരിക്കുന്നത്. ലക്കി ബ്ലാക്ക്. ആദ്യം നമ്മുടെ വീട്ടിൽ വന്നത് ബ്ലാക്ക്, അവനാണ് ലക്കി. അവന് ലക്ക് ഉള്ളതുകൊണ്ട് കയറി തന്നു. മിക്കി അവനെ പിന്തുടർന്ന് വന്നോണ്ട് അവൻ മിടുക്കൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മറ്റത് വന്നപ്പോ മറ്റത് അന്വേഷിച്ച് പിടിച്ചു വരുവല്ലേ, അപ്പൊ അതിനല്ലേ അവൻ കൊടുക്കണ്ടേ? ആദ്യം കൊടുക്കേണ്ട ലക്കിക്കല്ലേ. ലക്ക് കിട്ടിയത് അവനല്ലേ ഈ വീട്ടിൽ നിൽക്കാൻ. അവനാ ലക്ക് കിട്ടിയത് കൊണ്ടാണല്ലോ മറ്റവൻ ഈ വീട്ടിൽ വന്നപ്പോ അവന് ഒരു ഇടം കിട്ടിയത്. മറ്റത് മിക്കി, അവൻ മിടുക്ക് കാണിച്ചു വന്നു. രണ്ടും ഒന്നിച്ചല്ല വന്നേ. ലക്കിയാണ് ഇവിടെ എത്തിപ്പെട്ടത്. അവന് ലക്ക് ഉള്ളതുകൊണ്ടാണ് ചേട്ടന്റെ അടുത്ത് അവൻ എത്തപ്പെട്ടത്. വേറെ ഏതെങ്കിലും വീട്ടിൽ ആ ലക്ക് അവന് ഭാഗ്യം ഉണ്ടെങ്കിൽ എത്തപ്പെട്ട ചിലപ്പോ അവന് ആദ്യം കൊണ്ടുവന്ന ലക്കീനെ അല്ല ഇവിടെ. ഞാൻ ഇന്ന് കൊണ്ടുവന്ന ലക്കീനെ. അപ്പൊ നാളെ പിറ്റേന്ന് രാവിലെ അല്ലേ അഭിഷേകിന്റെ വീട്ടിൽ പോയിട്ട് പിറ്റേന്ന് രാവിലെ അല്ലേ വെള്ളം വന്നത്. ചേട്ടന് ഓർമ്മയില്ല സുഹൃത്തുക്കളെ, ഒന്നും ഓർമ്മയില്ല. അപ്പൊ നമ്മളെടുത്ത പേര് ഇതാണ്. അമ്മച്ചിയാണ് പേരിട്ടിരിക്കുന്നത് ലക്കി മിക്കി. ലക്കി ബ്ലാക്ക്, മിക്കി വൈറ്റ്. അപ്പൊ നമുക്ക് ലക്കിനെയും മിക്കിനെയും പോയി ഒന്ന് കണ്ടിട്ട് വരാം. പേരിടത് കഴിഞ്ഞില്ല. ചേട്ടൻ എടുത്തിട്ട് രണ്ടുപേരുടെ ചെവിയില് പേര് വിളിച്ചോ. ഇവൻ തലവട്ടപ്പൻ. നമുക്ക് പേര് പറയാം. അപ്പൊ ഈ ലക്കി മിക്കി എന്ന് പേരിട്ട് ആരാന്ന് ഞാൻ പറയാം. അപ്പൊ നമുക്ക് പേര് കിട്ടിയ ലക്കി മിക്കി എന്നുള്ള പേര് ഫേസ്ബുക്കിൽ വന്ന പേരാണ്. സിബില സീമ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് അങ്ങനെ ഒരു പേര് വന്നത്, പേര് നിർദ്ദേശിച്ചത്. അതുകൂടാതെ ലക്കിന്ന് വേറെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിക്കിന്ന് വേറെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെപ്പറേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പേര് ഒരുമിച്ച് നിർദ്ദേശിച്ചത് സിബില സീമ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്കറാണ്. അപ്പോൾ ആ പേരാണ് നമ്മൾ എടുത്തതും. അപ്പോൾ നമുക്ക് ലക്കിയെയും മിക്കിയെയും പോയി പേര് വിളിക്കാം. വാ ചേട്ടനെ. അപ്പം മാക്കു എന്നുള്ള പേര് ചേർത്ത് ലക്കി മിക്കി എന്നൊക്കെ പേര് കിട്ടി. കായ നാളേലും കൊള്ളാം. ലക്കി ഇവനും മിക്കി അവനും. അപ്പം ഓരോരുത്തരുടെ അടുത്ത് ചേട്ടൻ പേര് കൊടുക്കുന്നതായിരിക്കും. പേടിയാട്ട. നല്ല ചിട്ടയിലാണ് ചേട്ടൻ കുട്ടികളെ വളർത്തുന്നതൊക്കെ. ലക്കീനെ എടുത്ത് ആദ്യം ലക്കീന്ന് പേര് വിളിക്കാം കേട്ടോ. ബ്ലാക്കിനെ എടുക്ക. പേര് വിളിക്ക. ആരാ പേര് വിളിക്കണേ? നീ വിളിച്ചോ. ചെവിയിൽ അങ്ങ് ലക്കി 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 എന്ന് 3 തവണ വിളിച്ചോ. അവൻ ഇഷ്ടപ്പെട്ടു. അത് അവിടെ കളിച്ചിട്ട് ഞാൻ അറിഞ്ഞ പോലില്ല. മിക്കി മിക്കി ലക്കി മിക്കി. നല്ല പേര്, സൂപ്പർ പേര്. നീ കേറിപ്പോക്കോ. മിക്കി അല്ല, അത് ലക്കി. ലക്കി ഇതിപ്പോ വിളിക്കണ. ആ വെരി ഗുഡ്, ഗുഡ് ബോയ്സ്. അവരിഷ്ടപ്പെട്ടില്ല. ചേട്ടൻ ദേ അവരെ എടുത്തെന്ന് പറഞ്ഞ് ഇവരിവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണം. അത് അടക്കി ചേട്ടാ. ദേ ചേട്ടൻ അവരെ എടുത്തെന്ന് പറഞ്ഞ് ദേ ഇവിടെ ഒരുത്തൻ കിടന്ന് മരിക്കാൻ തുടങ്ങുന്നു. അവന് കുശുമ്പ. എന്നാ ഇന്നടാ അമ്മയുടെ ഷുണ്ടരാ ശരിക്കും കേട്ടാ. ഡോഗ് ഫുഡ് എടുത്ത് വെക്കതേ നിലത്ത് കിടക്കുന്നു. മാക്കോ ബാസ്ക്യോ ബാസ്ക്യോ പറ ചേട്ടാ. അവനെ ഒന്നും വേണ്ട. ഉമ്മടുത്ത് വളർത്തണ കുഞ്ഞാവേ അവൻ. ഓ അവനങ്ങ് ദുർദങ്ക പുളകിതനായിപ്പോയി. അതിനവിടെ നിർത്തിയാരെ ഇച്ചിരി തീറ്റയും കൊടുത്തേരെ. പൂ കാരണം അവന് തല നേരെ പിടിക്കാനും പറ്റണില്ല. പൂ എന്നാ ചെയ്യുമോ? വെള്ളം കുടിച്ചു പോയോ? അല്ല കൊച്ചിന് വെള്ളമില്ല.
അപ്പം ഞാൻ പായസം മിക്സ് ചേർത്തിട്ടുണ്ട്. ഇത് ഡബിൾ ഹോഴ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് പരിപ്പ് പ്രഥമനാണ്. നെയ്യോ അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് കോരണമെന്ന് പറഞ്ഞു. ഇവിടെ അണ്ടിപ്പരിപ്പൊന്നും ഇരിക്കണില്ല. നമുക്കിവിടെ വറുത്തൊന്നും കോരണ്ട. ഇത് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഉണ്ടാക്കി നോക്കാതെ എങ്ങനെയുണ്ടെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് ആളായിട്ട് ഇവിടെ ഇരിക്കുവാണ്. എക്സ്പയറി ഡേറ്റ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം പിന്നെ പേരിടൽ ചടങ്ങായതുകൊണ്ട് ഇത് കൂടി വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു പായസത്തിൻ്റെ പരുവത്തിലേക്ക് വരൂലേ. ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാവും. അപ്പം നമ്മുടെ പായസം എന്താ ഈ ഒരു പരുവത്തിലേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലല്ലോ കുറച്ചുകൂടി കുറുകി വന്നം. എന്നാണെങ്കിലും ചെറിയൊരു മറ്റേ ഡിസ്പോസിബിൾ ഗ്ലാസ്സിനൊക്കെ ഓരോ ഗ്ലാസ് എല്ലാവർക്കും കുടിക്കാനായിട്ട് കിട്ടുമായിരിക്കണം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് പായസം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണം ഇനി ഡബിൾ ഹോഴ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് പായസം നമുക്ക് വാങ്ങാനായിട്ട്. ഇതെന്താ പരിപ്പ് പ്രഥമനോ മറ്റാണോ? അത് കവർ എന്തേ? അപ്പോൾ ഇതാണ് ഡബിൾ ഹോഴ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് പരിപ്പ് പ്രഥമൻ. കോക്കനട്ടും മിൽക്കും എല്ലാം നമുക്കിതിനകത്ത് ആഡായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടാക്കേണ്ട വിധമൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ തേങ്ങാക്കൊത്ത് കശുവണ്ടിയൊക്കെ നെയ്യ് വറുത്ത് ഇതിനകത്ത് ചേർക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കാണെങ്കിൽ ഇവിടെ നെയ്യ് തീർന്നിട്ടുണ്ടെങ്കിൽ നെയ്യ് ഇച്ചിരി വാങ്ങേണ്ട വരും. ഇതിന് ഇപ്പം നമ്മുടെ പായസമൊക്കെ ഇവിടെ നല്ല കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇതുണ്ട് പരിപ്പ് പ്രഥമൻ. മൂടി വെക്കണം മാത്രം തരാമോ? നമുക്കത് മൂടി വെച്ചേക്കാം. അപ്പം നമ്മൾ നെയിമിങ് സെറമണിയുടെ ഭാഗമായിട്ട് പായസം ഉണ്ടാക്കിയതൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഡബിൾ ഹോഴ്സ് ഇൻസ്റ്റൻറ്റ് പായസം അടിപൊളിയാണെന്ന് തോന്നുന്നു. നമുക്ക് ആൻസൂട്ടന് കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാം. പായസം എങ്ങനെയുണ്ട്? സൂപ്പറാ. അതിനടാ ഇവനെപ്പോഴും കുഞ്ഞാവയാണെന്ന് ഇവൻ്റെ വിചാരം എനിക്ക് തോന്നുന്നു. ടേസ്റ്റ് ഉണ്ടോ? ശരി, പായസം പോലെയൊക്കെ. അപ്പം ഇൻസ്റ്റൻറ്റ് പായസം നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ഓയിലി സ്കിന്നാണ്. മുഖത്തുനിന്ന് ഇപ്പം 2 കിലോ വെളിച്ചെണ്ണ തൊട്ടൊക്കെ പിഴിഞ്ഞെടുക്കാം. ഞാൻ പണ്ട് പറയില്ലായിരുന്നു. എന്നോട് പറഞ്ഞു ഓയിൽ ഫാക്ടറി തുടങ്ങാനൊക്കെ മുമ്പ് പറഞ്ഞതാ. അപ്പം നെയിമിങ് സെറിമണിയുടെ പായസം ഞാൻ കുടിക്കുവാണേ. സൂപ്പർ പായസം അല്ലേ? ഇച്ചിരോടെ കുടിക്കട്ടെ. അയ്യോ, ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഡബിൾ ഹോഴ്സിൻ്റെ ഇൻസ്റ്റൻ്റ് അടിപൊളി സൂപ്പർ പായസം. ഇച്ചിരി പിന്നെ പഴവും പപ്പടവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിക്കായിരുന്നു. നിൽക്കണം, നോക്കിക്ക തീറ്റ കൊണ്ടുവരുന്നുണ്ടോയെന്ന് അറിയാനാ. അപ്പോൾ ചേട്ടൻ എന്താ ഇവിടെ ഈ ഒഴുകമീൻ വാങ്ങി ഇങ്ങനെ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചേക്കുക. ഉപ്പിട്ടോ? ഉപ്പിടരുത്. പട്ടിക്ക് ഉപ്പിട്ട് കൊടുക്കരുത്. ഒരു പട്ടിക്ക് ഉപ്പിട്ട് കൊടുക്കാൻ കൊള്ളില്ല. ഉപ്പിടരുത് കേട്ടോ. ചുമ്മാ മഞ്ഞപ്പൊടി ഇടാവുള്ളൂ. അതിട്ട് ഇളക്കി 2 കൂട്ടർക്കും കൂടെ കഞ്ഞി കൊടുക്കും. ബാസ്ക്യൂനും കൊടുക്കും, പട്ടിക്കുട്ടന്മാർക്കും കൊടുക്കും. ഞാൻ ഇന്ന് രാവിലെ ഇതുണ്ടല്ലോ എടുത്തുകൊണ്ട് വെച്ചാ? എവിടെ വെച്ചേ? അതിനാണോ വെച്ചേ? ആ മുറത്തിനകത്ത് ഇവിടെ വയ്ക്കാൻ മേലായിരുന്നോ? മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇവിടെ വേണ്ട. ആ പൂങ്കറി കൊത്തും. അവിടെ കൊണ്ട് വെക്കണം. പഴയ മുറയില്ലേ ഇവിടെ?
അതിന്റെ മുറ മുറ്റത്ത് കമത്തി വെച്ചിട്ടുണ്ടാവും. ഇന്ന് ഓ യവന്മാര് ഇവനെ കണ്ടപ്പോഴത്തേക്കും കിടന്ന് തുള്ളണം നോക്കിക്കേ. ഇപ്പൊ ചോറ് കൊണ്ടുപോകാനുണ്ട് പിള്ളേരെ. താറാമ എഴുന്നേറ്റിക്കണൊക്കെ. താറാമയ്ക്ക് ഉവാവുമായിരുന്നു. ഇന്നിപ്പോ ഇച്ചിരി മഴ കുറവാണ്ട് താറാമ ഓക്കെ ആയി. എടാ താറാമയുടെ ഫുഡ് കൊടുക്കണ പാത്രം കൊണ്ടുപോടാ. അതതിൻ്റെ അടുത്ത് കാണുമായിരിക്കും. അതല്ല വേറെ ഇന്നലെ നീ ഒരെണ്ണം എടുത്തോണ്ട് വന്നില്ലായിരുന്നോ ഒരു കറുപ്പ്? ബാസ്ക്യൂ അപ്പൊ ആ തവി മുട്ടിക്കരുതിട്ടോ ചേട്ടാ. തിന്നോ? അവനാ മീൻ കഷ്ണം ആദ്യം എടുത്ത് തിന്നിട്ട് നോക്കിക്കോ. തിന്നോടാ, തിന്ന. ഓ മീമിട്ട ചോറ്. പട്ടിക്കുട്ടന്മാര് ചോറ് കൊടുത്തൊക്കെ തിന്നു. താറാമ നോക്കി വയ്ക്കും ആഹാരം കൊണ്ടുപോകുന്നുണ്ടോയെന്ന് അറിയാനായിട്ട്. ഇവ താറാമയ്ക്ക് വല്ലതും കൊടുക്കണ്ടോന്ന് അറിയാൻ വേണ്ടി ഇവൻ വന്ന് നോക്കി നിൽക്കുക. താറാമ അതിലെല്ലാം ചാടി ചരിഞ്ഞോളൂ. ഇപ്പം കണ്ടോ പാത്തിങ്ക തന്നെ ഉണ്ടോ? ആ പാത്രം ചെറുതാ. ഇപ്പം വന്നേക്കണോ നോക്കിയേ. ചാടി വന്നില്ല നോക്കിയ സമയം വന്നപ്പോ കള്ളൻ. നമുക്ക് ഇച്ചിരി പൂവനും ഉണ്ട് കൊടുത്തിട്ട് വരാം. ഈ പൂവനെ ഇച്ചിരി ഉവ പിടിച്ചിരിക്കുക. അപ്പോൾ അവനാ തിന്നട്ടെ. ചേട്ടാ അമ്മമാര് തീറ്റ കഴിച്ചതേ നോക്കി നിൽക്കുന്ന. ആ പാത്രം എടുത്ത് മാറ്റണം. എൻ്റെ കുഞ്ഞു മാക്കൂ. താറാമ എണീറ്റിരിക്കണോക്കെ. താറാമ ഓക്കെ ആയി വരുന്ന. അതെന്തിനാ ചെരിഞ്ഞ് ചാടും വെള്ളം. ഓ ഈ അന്ന ലക്കി മിക്കി ബാസ്ക്യോ നിന്റെ അനിയന്മാർക്ക് പേരിട്ടടാ. ലക്കി മിക്കി കേട്ടടാ. ഓ ബാസ്ക്യോ ആവയുടെ കിടപ്പ് നോക്കിക്കേ. കുഞ്ഞുവാവ. അപ്പോൾ ഇതാ എല്ലാവർക്കും ആഹാരമൊക്കെ കൊടുത്തു. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നെയിമിങ് സെറമണിയൊക്കെ കഴിഞ്ഞു. പേര് നിർദ്ദേശിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും. ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.